कॉलोनी चलेगा फकीर कॉलोनी भी फकीर कॉलोनी ഈ കർണാടക ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന അതിക്രൂരമായ 300 കുടുംബങ്ങൾ അഥവാ 3000-ഓളം വരുന്ന ജനങ്ങൾ, അത്രയും മനുഷ്യരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇവരോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊരു നോട്ടീസും തന്നിട്ടില്ല, ഒരു മുന്നറിയിപ്പും തന്നിട്ടില്ല. അങ്ങനെ ഒരു മുന്നറിയിപ്പും തരാതെ താമസിക്കുന്ന വീട് ബുൾഡോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും വ്യത്യസ്തമാണ് ഇവിടെ വിവിധ മത സാമൂഹ്യ വിഭാഗങ്ങളുണ്ട്. അങ്ങേയറ്റത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ഈ ജനത അവർ സ്വന്തമായി കെട്ടിപ്പടുത്തുണ്ടാക്കിയ വീടുകളാണത്. ലക്ഷങ്ങൾ അവർക്ക് ചെലവുണ്ട്. അങ്ങനെയുള്ള വീടുകളാണ് ഒരു സുപ്രഭാതത്തിൽ വന്ന് തകർത്ത് തരിപ്പണമാക്കുന്നത്, ബുൾഡോസ് ചെയ്യുന്നത്. ഇതൊരു സർക്കാർ തന്റെ പൌരന്മാരോട് ചെയ്യാൻ പാടില്ലാത്ത അതിക്രൂരമായ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ അവർ എണ്ണി പറയുന്നത് അവരുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങി എല്ലാ രേഖകളും എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നശിച്ചു പോയിരിക്കുന്നു എന്നതാണ്. ഇതുവരെ സർക്കാർ അവരുടെ പുനരധിവാസത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരുടെ കുട്ടികളുടെ പഠനം എല്ലാം മുടങ്ങി അങ്ങനെ വളരെ അരക്ഷിതമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ പ്രദേശം കണ്ടാൽ ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അവരോടെല്ലാ നിലക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ കർണാടക സർക്കാർ ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റത്തെ സ്വന്തം പൌരന്മാരോട് വളരെ ക്രൂരമായ, വളരെ ദ്രോഹമാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ പാവങ്ങളെ, ഈ പാവപ്പെട്ട മനുഷ്യരെ, അവർക്ക് വന്നിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും, ആ നഷ്ടങ്ങൾ മുഴുവനും അവർക്ക് വകവെച്ചു കൊടുക്കണം. അവരുടെ എല്ലാ അടിസ്ഥാന രേഖകളും വളരെ പെട്ടെന്ന് തന്നെ, അതിനൊരു തടസ്സവും ഉന്നയിക്കാതെ അവരുടെ എല്ലാ അടിസ്ഥാന രേഖകളും, അവർക്ക് പല കാര്യങ്ങൾക്കുമുള്ള രേഖകളാണത്. ആ രേഖകൾ മുഴുവനും, അവരുടെ സർട്ടിഫിക്കറ്റുകളും അവരുടെ റേഷൻ കാർഡും ആധാർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് അതിന് പ്രത്യേകമായ ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് അത് അവർക്ക് നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കണം. മാത്രമല്ല, നിയമപ്രശ്നം ഉന്നയിക്കുന്നത് ഒരിക്കലും തന്നെ ജനാധിപത്യ ഇന്ത്യയിൽ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് ആളുകളുടെ ഷെൽട്ടർ എന്ന് പറയുന്നത്. ആളുകൾക്ക് താമസിക്കാൻ വീടുണ്ടാവണം എന്നുള്ളത് ഭരണഘടനാപരമായ ഒരു അവകാശമാണ്. ഭരണഘടനാപരമായ അവകാശം നിർവഹിക്കേണ്ടത് സർക്കാരാണ്. ഇത്രയും മനുഷ്യർക്ക് താമസിക്കാൻ വീടുണ്ട്, ഭൂമിയും വീടുമുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത തീർച്ചയായിട്ടും ഗവൺമെന്റിന്റേതാണ്. ആ ബാധ്യത നിർവഹിക്കാതെ സ്വന്തം വെച്ചുകെട്ടി പണം ചെലവഴിച്ച് താമസിക്കാൻ വേണ്ടി സ്വന്തമായി ഉണ്ടാക്കിയ ഷെൽട്ടറുകൾ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ക്രൂരമായിട്ട് തകർക്കുന്നത് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗവൺമെന്റ് തീർച്ചയായിട്ടും ഈ ചെയ്തത് ഏറ്റവും വലിയൊരു അപരാധമായി മനസ്സിലാക്കി ഈ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഇവരാഗ്രഹിക്കുന്നത് ഇവിടെ തന്നെ താമസിക്കണമെന്നാണ്. അതുകൊണ്ട് ഇവർക്ക് അവരുടെ പുനരധിവാസം ഏറ്റവും നല്ല രീതിയിൽ, പൌരന്റെ താമസം, ഭൂമി എന്നുള്ളത് സർക്കാർ നിർവഹിച്ചു കൊടുക്കേണ്ടതാണ് എന്ന ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇവിടെ തന്നെ അവർക്ക് താമസിപ്പിക്കാൻ, അവർക്ക് ഭൂമിയും വീടും ഉറപ്പാക്കിക്കൊണ്ട് സേഫായിട്ട് താമസിക്കാനുള്ള അങ്ങനെയുള്ള ഒരു സമഗ്ര പുനരധിവാസ പദ്ധതി പാക്കേജ് കർണാടക ഗവൺമെന്റ് പ്രഖ്യാപിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ആളുകൾ അനുഭവിക്കുന്ന വേദനകൾ നേരിട്ട് കാണുകയാണ്. ഇത് ജനങ്ങളോ അല്ലെങ്കിൽ NGOസോ അതല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തകരോ അല്ല ഇത് നിർവഹിക്കേണ്ടത്. ഇത് നിർവഹിക്കേണ്ടത് സർക്കാർ തന്നെയാണ്, സർക്കാരിന്റെ ബാധ്യതയാണ് എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തിന്റെ, ഈ ജനതയുടെ പുനരധിവാസം സാധ്യമാകുന്നതുവരെ ഈ ജനതയോടൊപ്പം വെൽഫെയർ പാർട്ടി ഉണ്ടാകും എന്ന് ഈ ജനതയ്ക്ക് ഉറപ്പു നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ സർക്കാരിന്റെ ഈ നിലപാടിനോട് അങ്ങേയറ്റം പ്രതിഷേധിക്കുന്നതോടൊപ്പം ഈ ജനതയോടുള്ള ഐക്യദാർഢ്യവും ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുകയാണ്.